നമസ്കാരം. എനി ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ തനുശ്രീ. പ്രധാന വാർത്തകൾ. ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന വാഹനം അപകടത്തിൽപ്പെട്ടു. 15 പേർക്ക് പരിക്ക്. കെ സുധാകരൻ KPCC അധ്യക്ഷനായി തുടരും. ചൂരൽമല ദുരന്തത്തിൽ സർക്കാരിന് ഒളിച്ചുകളിയോ ഉദാസീനതയോ കാണിക്കേണ്ട കാര്യമില്ലെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. ഭാഗവത തത്വ സമീക്ഷാ സത്രത്തിന് കൊടിയേറി. ഉത്രാളിക്കാവ് പൂരം എങ്കക്കാട് ദേശീയ വിളംബര പത്രിക പ്രകാശനം ചെയ്തു. നടൻ കാളിദാസ് ജയറാം താരിണി കലിംഗരാരുടെ കഴുത്തിൽ താലി ചാർത്തി. വാർത്തകൾ വിശദമായി. ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന വാഹനം അപകടത്തിൽപ്പെട്ട് 15 പേർക്ക് പരിക്ക്. ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന മിനി ബസ് മറിഞ്ഞ് അപകടം. 15ഓളം പേർക്ക് പരിക്കേറ്റു. കൊരുത്തങ്കോട് കോസ്റ്റഡിക്ക് സമീപം പുലർച്ചെയായിരുന്നു അപകടം. നിയന്ത്രണം വിട്ട മിനി ബസ് റോഡിൽ നിന്നും താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു. തമിഴ്നാട് ഈറോഡ് മാവിട്ടം സ്വദേശികൾ സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. വാഹനത്തിൽ 17 പേരാണ് ഉണ്ടായിരുന്നത്. പരിക്കേറ്റവരെ മുണ്ടക്കയത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കെ സുധാകരൻ KPCC അധ്യക്ഷനായി തുടരും. KPCC അധ്യക്ഷനായി തുടരും. ഉപതെരഞ്ഞെടുപ്പിന് ശേഷം KPCC അധ്യക്ഷനെ മാറ്റുമെന്നുള്ള വാർത്തകൾ ഏറെ സജീവമായിരുന്നു. അതിനിടയിലാണ് നിലവിലെ സാഹചര്യത്തിൽ അത്തരത്തിലൊരു മാറ്റമില്ലെന്ന സൂചനകൾ പുറത്തുവരുന്നത്. സാമുദായിക സമവാക്യം, നേതൃഗുണം, കേരളത്തിലെ അനുകൂല സാഹചര്യം, ഉപതെരഞ്ഞെടുപ്പിലെ വലിയ വിജയം, KC വേണുഗോപാലുമായുള്ള അടുത്ത ബന്ധം എന്നിവ സുധാകരന് അനുകൂലമാകുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. അതോടൊപ്പം തന്നെ സുധാകരനെ മാറ്റുമെന്ന പ്രചാരണത്തിൽ ഹൈക്കമാൻഡിന് അതൃപ്തിയുണ്ട്. ചൂരൽമല ദുരന്തത്തിൽ സർക്കാരിന് ഒളിച്ചുകളിയോ ഉദാസീനതയോ കാണിക്കേണ്ട കാര്യമില്ലെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. ചൂരൽമല ദുരന്തത്തിൽ സർക്കാരിന് ഒളിച്ചുകളിയോ ഉദാസീനതയോ കാണിക്കേണ്ട കാര്യമില്ലെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. ചൂരൽമല ദുരന്തഭൂമി സന്ദർശിച്ച പ്രധാനമന്ത്രി വരെ പ്രദേശം സന്ദർശിച്ച് അതീവ ഗുരുതരാവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ട്. കേരളം മുൻപ് കണ്ടിട്ടില്ലാത്ത ദുരന്തമാണ് അവിടെ ഉണ്ടായത്. പ്രത്യേക നയപരമായ നിലപാട് അതുകൊണ്ട് തന്നെ അവിടെ ആവശ്യമാണ്. അതാണ് പ്രത്യേക പാക്കേജ് കേരളത്തിന് അനുവദിക്കണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ടത്. പ്രദേശത്ത് പുതിയ ടൗൺഷിപ്പ് ആക്കി മാറ്റുകയാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ പ്രത്യേക പരിഗണനയിലാണ് ഇവിടെ ആവശ്യപ്പെട്ടതെന്നും മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. അടിയന്തര സഹായമാണ് ആവശ്യം. കണക്ക് നോക്കിയല്ല അടിയന്തര സഹായം ആവശ്യപ്പെടുക. ജനങ്ങൾക്ക് സാമാന്യം നല്ല നിലയിൽ താമസിക്കാനുള്ള വീട് ആണ് വെക്കേണ്ടത്. കേന്ദ്രത്തെ എന്നിട്ടും ന്യായീകരിക്കുന്നത് വയനാട്ടിലെ ജനങ്ങളോട് കാണിക്കുന്ന ക്രൂരതയാണെന്നും ഈ സവിശേഷ സാഹചര്യത്തെ സവിശേഷമായി തന്നെ കാണാതെ കേന്ദ്രം ഉരുണ്ടു കളിക്കുകയാണെന്നും മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. ഭാഗവത തത്വ സമീക്ഷാ സത്രത്തിന് കൊടിയേറി. ഈ മാസം 20 മുതൽ 29 വരെ പാർലിക്കാട് തച്ചനാത്തുകാവ് ദേവി സന്നിധിയിലെ സത്രവേദിയായ നൈമിഷാരണ്യിൽ സമാരംഭിക്കുന്ന ഭാഗവത തത്വ സമീക്ഷാ സത്രത്തിന് കൊടിയേറി. ഹിന്ദു നവോത്ഥാന അഖിലേന്ത്യാ പ്രതിഷ്ഠാൻ അധ്യക്ഷൻ സ്വാമി ഭൂമാനന്ദ തീർത്ഥ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. ബ്രഹ്മർഷി ദേവപാലൻ, മാ ഗുരുപ്രിയ, സാധു പത്മനാഭൻ, I വിജയകുമാർ, P ഉണ്ണികൃഷ്ണൻ, രമേശൻ മാസ്റ്റർ എന്നിവർ പങ്കെടുത്തു. അതിനെ എങ്ങനെ സമീപിക്കണം, അനുസരിക്കണം, എന്ത് ലക്ഷ്യമാണ് നേടിയെടുക്കേണ്ടത് എന്നൊക്കെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളൊരു ശ്ലോകമാണ്. ശ്രീമദ് ഭാഗവതം പുരാണമമലം യദ്വൈഷ്ണവാനാം പ്രിയം യസ്മിൻ പാരമഹംസ്യമേകമമലം. ഉത്രാളിക്കാവ് പൂരം എങ്കക്കാട് ദേശം വിളംബര പത്രിക പ്രകാശനം ചെയ്തു. പ്രസിദ്ധമായ ഉത്രാളിക്കാവ് പൂരത്തിന്റെ മുഖ്യ പങ്കാളികളായ എങ്കക്കാട് വിഭാഗത്തിന്റെ വിളംബര പത്രിക പ്രകാശനം ഉത്രാളിക്കാവ് ഭഗവതി സന്നിധിയിൽ വെച്ച് നടന്നു. നടൻ അനീഷ് ഗോപാൻ ഭദ്രദീപം തെളിയിച്ചു. നെഹ്റു ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ PK കൃഷ്ണദാസ് തിരുത്തിന്മേൽ സ്റ്റോഴ്സ് MD രാജന് ആദ്യ പ്രതി നൽകി പ്രകാശന കർമ്മം നിർവഹിച്ചു. എങ്കക്കാട് ദേശം മുഖ്യ രക്ഷാധികാരി മാരാത്ത് വിജയൻ പൂരം ധനസമാഹരണത്തിനുള്ള രസീത് സെക്രട്ടറി PR സുരേഷ് കുമാറിന് നൽകി. എങ്കക്കാട് വിഭാഗം പ്രസിഡന്റ് TP ഗിരീശൻ, സെക്രട്ടറി PR സുരേഷ് കുമാർ, ദേവസ്വം ഓഫീസർ ശ്രീരാജ്, രവീന്ദ്രൻ, ബാബു പൂക്കുന്നത്ത്, AK സതീഷ് കുമാർ, CA ശങ്കരൻകുട്ടി, V സുരേഷ് കുമാർ, AV സുഭാഷ്, അജിത് കുമാർ മല്ലയ്യ, PN ഗോകുലൻ, C ജയേഷ് കുമാർ, NP പ്രദീപ്, PU മനീഷ് എന്നിവർ പങ്കെടുത്തു. പ്രകാശത്തിന് എന്നെ ക്ഷണിച്ചതിൽ ഞാൻ ക്ഷേത്ര ഭാരവാഹികളോടും
എൻ്റെ മനസ്സിൽ പറ്റിയുള്ളൊരു നന്ദി അറിയിക്കുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ക്ഷേത്രത്തിൽ വരുന്നത്. നല്ല ഐശ്വര്യമുള്ള ഒരു ക്ഷേത്രം, പാടം കാണാൻ തന്നെ നല്ലൊരു ഭംഗി, ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ നല്ലൊരു ഷൂട്ടിംഗ് ലൊക്കേഷനാണിത്. ഈ ഉത്സവത്തിൽ കൊടിയേറുന്ന ഈ വഴി തീർച്ചയായും ഈ പ്രദേശത്തുള്ള എല്ലാ ആളുകൾക്കും 2025 ഐശ്വര്യത്തിൻ്റെയും സമ്പൽസമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും വർഷമായി തീരുന്നതിന് സംശയമില്ല. പ്രത്യേകിച്ച് പ്രതികൂലമായ കുറേ കാര്യങ്ങൾ ഇന്ന് ഉത്സവം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് നിലവിലുണ്ട്. അതെല്ലാം മറികടന്നുകൊണ്ട് ഉത്രാളിക്കാവലമ്മയുടെ ഈ ഉത്സവം കേരളത്തിലെ ഏറ്റവും മികച്ച, ഏറ്റവും നല്ല രീതിയിൽ നടത്തപ്പെടുന്ന ഒരു ഉത്സവമായി മാറുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിന് ഉത്രാളിക്കാവലമ്മ അനുഗ്രഹിക്കും. ഈ ദേശത്തുകാരനായി തീർന്ന എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാ വർഷവും ഇവിടെ വരുവാനും ഇതിൽ പങ്കെടുക്കുവാനും സാധിക്കുന്ന സന്തോഷമുണ്ട്. ഇതിനെ ക്ഷണിച്ച എല്ലാ ഭാരവാഹികൾക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഭഗവതി സാർ 25 പൂരത്തിൻ്റെ 3 ദേശക്കാരുടെയും നോട്ടീസ് പ്രൗഢഗംഭീരമായി ഇറങ്ങിക്കഴിഞ്ഞു. ഇനി നമുക്ക് പൂരത്തിൻ്റെ നാളുകളാണ്. നേരത്തെ ഉദ്ഘാടനം ചെയ്യാൻ എത്തിച്ചേർന്ന നമ്മുടെ സെനിയാർട്ടിസ്റ്റും അതുപോലെ ദാസേട്ടനും ഷാസേട്ടനും പറഞ്ഞ പോലെ 2025 പൂരം അതിഗംഭീരമാവട്ടെ. അതിന് 3 ദേശക്കാർക്കും ഭഗവതി ശക്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. പ്രകാശന കർമ്മത്തിന് മുന്നോടിയായി പരുക്കേക്കാട് മഹേശ്വരൻ, കലാമണ്ഡലം ഹരിദാസ്, തിരുവില്ലാമല ജയൻ, മച്ചാട് കണ്ണൻ, മുണ്ടത്തിക്കോട് കണ്ണൻ എന്നിവർ അവതരിപ്പിച്ച പഞ്ചവാദ്യവും അരങ്ങേറി. ഒരിടവേള. എങ്ങനെയുണ്ട് പുതിയ സ്ഥലം? തൃശ്ശൂര് പൊള്ളിയല്ലേ ഗടി. അമ്മി മോനെ ഹാപ്പി അല്ലേ? പിന്നെ ഹായ്, വാട്ട് ഈസ് സർപ്രൈസ്. ഹലോ, കൊള്ളാലോ. അല്ലെങ്കിലും നിന്റെ തീരുമാനങ്ങളൊന്നും ശരിയായിരുന്നില്ലേ? തൃശ്ശൂർക്ക് സ്ഥലം മാറി വന്നപ്പോ ഇവൾക്ക് ഒരു 100 കണ്ടീഷൻസ് ആയിരുന്നല്ലോ. സിറ്റിയുടെ നടുക്ക് തന്നെ ഒരു ലക്ഷറി ഫ്ലാറ്റ് വേണം, അതും നല്ല ലൊക്കേഷൻ, നല്ല ഇന്റീരിയർ, പിന്നെ സ്വിമ്മിംഗ് പൂള്, ജിമ്മ്, ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി വിശ്വസിക്കാവുന്ന നല്ല സ്ട്രോങ് ബിൽഡറും. ഇതെല്ലാം ചേർന്ന ഒറ്റ ഓപ്ഷൻ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ, ഓറെക്സ് ബിൽഡേഴ്സ്. Orex, the builders of trustworthy home spaces. Orex Builders Private Limited, adorning lives. വാർത്തകൾ തുടരുന്നു. നടൻ കാളിദാസ് ജയറാം താരിണി കലിംഗരാരുടെ കഴുത്തിൽ താലി ചാർത്തി. നടൻ കാളിദാസ് ജയറാം വിവാഹിതനായി. മോഡലായ തരണി കലിംഗാരയാണ് വധു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു വിവാഹം. 4 വർഷം നീണ്ട പ്രണയത്തിനൊടുവിലാണ് നടൻ കാളിദാസ് ജയറാം തരണി കലിംഗാരയുടെ കഴുത്തിൽ മിന്നു ചാർത്തിയത്. ഗുരുവായൂർ ഉണ്ണിക്കണ്ണന്റെ നടയിൽ രാവിലെ 7:30-നും 7:45-നും മധ്യയുള്ള മുഹൂർത്തത്തിലായിരുന്നു വിവാഹം. ക്ഷേത്ര കൊടിമരത്തിന് മുന്നിലായി ക്രമീകരിച്ചിരുന്ന വിവാഹ മണ്ഡലത്തിൽ വെച്ച് കാളിദാസ് ജയറാം തരണി കലിംഗാരയെ തുളസിമാല അണിയിച്ച് താലി കെട്ടുകയായിരുന്നു. മാതാപിതാക്കളായ ജയറാമും പാർവതിയും കാളിദാസിന്റെ സഹോദരി മാളവിക ജയറാമും പ്രാർത്ഥനകളോടെ വധൂവരന്മാരെ അനുഗ്രഹിച്ചു. മണ്ഡപത്തിനുള്ളിൽ അഗ്നിയെ വലം വെച്ച ശേഷം വധൂവരന്മാർ പുറത്തേക്കിറങ്ങിയായിരുന്നു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, മന്ത്രി മുഹമ്മദ് റിയാസ് എന്നിവർ വധൂവരന്മാർക്ക് വിവാഹ മംഗളാശംസകൾ നേർന്നു. ഇന്ന് വൈകുന്നേരത്തോടെ വധൂവരന്മാരും ജയറാമും പാർവതിയും കുടുംബവും ചെന്നൈയിലേക്ക് പോകും. 11-ാം തീയതി ബുധനാഴ്ചയാണ് ചെന്നൈയിൽ വിവാഹ സൽക്കാരം ഒരുക്കിയിരിക്കുന്നത്. DMK-യുമായുള്ള തന്റെ സഖ്യനീക്കം പിണറായി വിജയൻ തകർത്തുവെന്നും ഇനി തൃണമൂൽ കോൺഗ്രസിൽ ചേരുമെന്നും PV അൻവർ. DMK-യുമായുള്ള തന്റെ സഖ്യനീക്കം പിണറായി വിജയൻ തകർത്തുവെന്നും ഇനി തൃണമൂൽ കോൺഗ്രസിൽ ചേരുമെന്നും PV അൻവർ. തൃണമൂലുമായുള്ള ചർച്ചകൾ അന്തിമഘട്ടത്തിലാണ്. BSP-യുമായി നേരത്തെ ചർച്ച നടത്തിയിരുന്നു.
പക്ഷേ അവർ ദുർബലമാണെന്നും അൻവർ പ്രതികരിച്ചു. ഫാസിസ്റ്റ് വിരുദ്ധ നിലപാട് തുടരുന്നതിനാൽ BJPയുമായി സഹകരിക്കില്ല. UDF പ്രവേശനം ഇപ്പോൾ ആലോചനയിലുമില്ല. മുസ്ലിം ലീഗ് വഴി UDF പ്രവേശനത്തിന് ശ്രമിച്ചിട്ടില്ലെന്നും VD സതീശൻ എതിർക്കുമെന്ന പ്രചാരണം വിശ്വസിക്കുന്നില്ലെന്നും അൻവർ പ്രതികരിച്ചു. പാലോടിലെ നവവധു ഇന്ദുജയുടെ ആത്മഹത്യയിൽ ഭർത്താവ് അഭിജിത്തിന്റെ സുഹൃത്തും പോലീസ് കസ്റ്റഡിയിൽ. പാലോട് ഇളവട്ടത്ത് ഭർത്തഗൃഹത്തിൽ നവവധു ഇന്ദുജ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭർത്താവ് അഭിജിത്ത് കസ്റ്റഡിയിൽ. ഇന്ദുജയുടെ അച്ഛൻ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് പോലീസിൽ പരാതി നൽകിയിരുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഭർത്താവിനെ കസ്റ്റഡിയിലെടുക്കുന്നത്. വിവാഹം കഴിഞ്ഞ് 3 മാസം മാത്രമേ ആയിരുന്നുള്ളൂ. അതിനിടയിലാണ് യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. നേരത്തെ മകളുടെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് കുടുംബം രംഗത്തെത്തിയിരുന്നു. പാലോട് ഇടിഞ്ഞാർ കൊളച്ചൽ കൊന്നമൂട് സ്വദേശി ഇന്ദുജയെയാണ് ഇന്നലെ ഉച്ചയ്ക്ക് വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭർത്ത വീട്ടിൽ നിരന്തരം മാനസിക പീഡനങ്ങളും ഭീഷണിയും നേരിടുന്നതായി മകൾ തങ്ങളെ അറിയിച്ചതായും എന്നാൽ തങ്ങളെ അവിടേക്ക് ചെല്ലാൻ അനുവദിച്ചിരുന്നില്ലെന്നുമാണ് ഇന്ദുജയുടെ കുടുംബം ആരോപിക്കുന്നത്. മകളുടെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് കുടുംബം പോലീസിൽ പരാതി നൽകുകയായിരുന്നു. സംഭവത്തിൽ പാലോട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഇന്ദുജയെ ഭർത്താവ് അഭിജിത്തിന്റെ വീട്ടിലെ 2ാമത്തെ നിലയിലെ ബെഡ്റൂമിൽ ജനലിൽ തൂങ്ങിയ നിലയിലാണ് കണ്ടത്. അഭിജിത്ത് ഉച്ചയ്ക്ക് വീട്ടിൽ ചോറ് കഴിക്കാനായി എത്തിയപ്പോഴാണ് ഇന്ദുജയെ ജനലിൽ കെട്ടിത്തൂങ്ങിയ നിലയിൽ കാണുന്നത്. ഉടൻ തന്നെ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. 2 വർഷമായി ഇരുവരും പ്രണയത്തിലായിരുന്നുവെന്നാണ് പോലീസിന് ലഭിച്ച വിവരം. 3 മാസം മുമ്പ് പെൺകുട്ടിയെ അഭിജിത്ത് വീട്ടിൽ നിന്നും വിളിച്ചിറക്കി കൊണ്ടുപോയി അമ്പലത്തിൽ വെച്ച് വിവാഹം കഴിച്ച് ഒപ്പം താമസിപ്പിക്കുകയായിരുന്നു. പെൺകുട്ടി സ്വകാര്യ ലാബിലെ ജീവനക്കാരിയാണ്. അഭിജിത്ത് സ്വകാര്യ വാഹന കമ്പനിയിലെ ജീവനക്കാരനുമാണ്. സംഭവം നടക്കുമ്പോൾ വീട്ടിൽ അഭിജിത്തിന്റെ അമ്മൂമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ദുജ തന്റെ അമ്മയും സഹോദരനുമായി ഫോണിൽ സംസാരിക്കാറുണ്ടായിരുന്നു എന്നാണ് ഭർത്ത വീട്ടുകാർ പറയുന്നത്. അഭിജിത്തിന്റെ വീട്ടിൽ മാനസിക പീഡനം നേരിട്ടതായി മകൾ പറഞ്ഞെന്നാണ് ഇന്ദുജയുടെ കുടുംബം പറയുന്നത്. മകളുടെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് ഇന്ദുജയുടെ പിതാവ് പാലോട് പോലീസിൽ പരാതി നൽകുകയായിരുന്നു. പാർലിക്കാട് തച്ചനാട്ടുകാവ് പൂരാഘോഷത്തിന്റെ വിളംബര പത്രിക പ്രകാശനം ചെയ്തു. പാർലിക്കാട് തച്ചനാത്ത് കാവ് പൂരാഘോഷത്തിന്റെ വിളംബര പത്രിക പ്രകാശനം ചെയ്തു. അയ്യപ്പസ്വാമി ക്ഷേത്രം കോമരം കുട്ടൻ നായർ ഭഗവതി ക്ഷേത്രം കോമരം ജി വിഷ്ണുവിന് ആദ്യ പ്രതി നൽകിക്കൊണ്ട് പ്രകാശനം നിർവഹിച്ചു. പൂരം രക്ഷാധികാരി ഷിബു TN, പ്രസിഡന്റുമാരായ ദിലീപ് വെള്ളാട്ടുപറമ്പിൽ, സെക്രട്ടറി വിഷ്ണു, ട്രഷറർ സുകേഷ്, മാതൃസമിതി കൺവീനർ വസന്ത നാരായണൻ, ലളിത വെങ്കിടേശ്വരൻ, മച്ചാട് മാമാങ്കം പാർലിക്കാട് ദേശം കമ്മിറ്റി ഭാരവാഹികളായ വാസുപിള്ള, അശോക് കുമാർ എന്നിവർ പങ്കെടുത്തു. വൈദ്യുതി നിരക്ക് വർധനയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ വടക്കാഞ്ചേരിയിൽ പ്രതിഷേധ പന്തം കൊളുത്തി പ്രകടനം നടത്തി. വൈദ്യുതി നിരക്ക് വർധനയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ വടക്കാഞ്ചേരിയിൽ പന്തം കൊളുത്തി പ്രതിഷേധ പ്രകടനം നടത്തി. ഓട്ടുപാറയിൽ നിന്ന് ആരംഭിച്ച പ്രകടനം വടക്കാഞ്ചേരിയിൽ സമാപിച്ചു. കോൺഗ്രസ് നേതാക്കളായ ബിജു ഇസ്മായിൽ, അഡ്വക്കേറ്റ് TS മായാദാസ്, അഡ്വക്കേറ്റ് മുഹമ്മദ് ഷെഫീഖ്, സന്ധ്യ കൊടക്കാടത്ത്, അഡ്വക്കേറ്റ് നവീൻ, PR രാധാകൃഷ്ണൻ, അഗസ്റ്റിൻ MJ, ബിജു കൃഷ്ണൻ, KK അബൂബക്കർ എന്നിവർ നേതൃത്വം നൽകി. ദിലീപിന് ശബരിമല സന്നിധാനത്ത് താമസ സൗകര്യം നൽകിയതിലും വീഴ്ച. താമസം ഒരുക്കിയത് മന്ത്രിക്കും ബോർഡ് അംഗങ്ങൾക്കുമുള്ള ദേവസ്വം കോംപ്ലക്സിൽ എന്ന് ദേവസ്വം വിജിലൻസ് റിപ്പോർട്ട്. ശബരിമലയിൽ നടൻ ദിലീപിന്റെ VIP പരിഗണനയിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. സന്നിധാനത്ത് നടന് താമസം ഒരുക്കിയത് മന്ത്രിമാരും ബോർഡ് അംഗങ്ങളും ഉന്നത ഉദ്യോഗസ്ഥരും താമസിക്കുന്ന ദേവസ്വം കോംപ്ലക്സിൽ. ഉദ്യോഗസ്ഥ വീഴ്ച ചൂണ്ടിക്കാട്ടിയുള്ള വിജിലൻസ് റിപ്പോർട്ട് ദേവസ്വം ബോർഡിന് കൈമാറി. കുറ്റക്കാർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്ന് ദേവസ്വം ബോർഡ് അറിയിച്ചു. ദിലീപ് ശബരിമലയിൽ ദർശനം നടത്തിയതിൽ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായത് അടിമുടി വീഴ്ചയെന്നാണ് വ്യക്തമാക്കുന്നത്. ഹരിവരാസന സമയത്ത് തന്ത്രി ഗേറ്റ് വഴി പ്രവേശനം അനുവദിച്ച് മറ്റ് തീർത്ഥാടകർക്ക് ദർശനം മറച്ചതിന് പിന്നാലെ നടന് മുന്തിയ VIP പരിഗണനയാണ് സന്നിധാനത്ത് നൽകിയത്. മന്ത്രിമാരും ദേവസ്വം ബോർഡ് അംഗങ്ങളും ഉന്നത ഉദ്യോഗസ്ഥരും താമസിക്കുന്ന ദേവസ്വം ഓഫീസ് കോംപ്ലക്സിൽ മുറി നൽകി. വാടക പോലും വാങ്ങാതെയായിരുന്നു സൗകര്യം. നടിയെ ആക്രമിച്ച കേസിലെ പ്രതിയായ ദിലീപിന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അടക്കം താമസിക്കുന്ന ഇടത്തുമുറിയിൽ നൽകിയതിൽ ഗുരുതര വീഴ്ചയാണ് കണ്ടെത്തിയത്. ശബരിമലയിൽ അക്കോമഡേഷന്റെ ചുമതലയുള്ള എക്സിക്യൂട്ടീവ് ഓഫീസർക്കും വീഴ്ച പറ്റിയെന്നാണ് പ്രാഥമിക കണ്ടെത്തൽ. ഇത് സംബന്ധിച്ച അന്വേഷണ റിപ്പോർട്ട് ദേവസ്വം വിജിലൻസ് ബോർഡിന് കൈമാറി. നിലവിൽ 2 ഉദ്യോഗസ്ഥർക്കും 2 ജീവനക്കാർക്കുമാണ് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത്. അന്വേഷിച്ച് നടപടിയെടുക്കാൻ ദേവസ്വം മന്ത്രി ബോർഡിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശബരിമലയിലെ VIP പരിഗണനയ്ക്കെതിരെ ഹൈക്കോടതി അതിരൂക്ഷ വിമർശനം ഉന്നയിച്ച പശ്ചാത്തലത്തിലാണ് മറ്റൊരു ഗുരുതര വീഴ്ച കൂടി പുറത്തുവരുന്നത്. എന്നാൽ ഉന്നത ഉദ്യോഗസ്ഥരെ സംരക്ഷിച്ചു നടപടി 4 പേരിൽ ഒതുക്കാൻ നീക്കം എന്നാണ് സൂചന. നീഫെസ്റ്റ് 9ാം പതിപ്പിന് ഇന്ന് സമാപനമാകും. നീഫെസ്റ്റ് 9ാം പതിപ്പിന് ഇന്ന് സമാപനമാകും.
കഴിഞ്ഞ 5 ദിവസങ്ങളായി എങ്കക്കാട്ട് നടന്നുവരുന്ന നീഫെസ്റ്റ് 9 ദേശീയ കലാ ക്യാമ്പിനും ഗ്രാമീണ കലോത്സവത്തിനും ഇന്ന് തിരശ്ശീല വീഴും. 5ാം ദിനമായ ഇന്ന് നിദർശനയിലെ കലാ ക്യാമ്പിൽ ഷജിത് ആർ.ബിയും കെ.എം. മധുസൂദനനും ചിത്രാവതരണങ്ങൾ നടത്തി. കെ.എം. മധുസൂദനന്റെ ഹ്രസ്വചിത്രം റേസർ ബ്ലഡ് ആൻഡ് അതർ ടെയിൽസ് പ്രദർശിപ്പിച്ചു. അർബൻ സ്കെച്ചേഴ്സിന്റെ തൃശൂർ ശാഖയിലെ ചിത്രകാർ ക്യാമ്പ് ദൃശ്യങ്ങൾ സ്കെച്ച് ചെയ്തു. എങ്കക്കാട് കലാസമിതി അങ്കണത്തിൽ വൈകിട്ട് 7-ന് റിതം ക്യാൻവാസ് അവതരിപ്പിക്കുന്ന ഇൻസ്ട്രുമെന്റൽ ഫ്യൂഷൻ അരങ്ങേറും. അതിനുശേഷം 10 പെയിന്റിങ്ങുകൾ സമ്മാനമായി നൽകുന്ന നിറച്ചാർത്ത് പെയിന്റിംഗ് സമ്മാന കൂപ്പൺ നറുക്കെടുപ്പ് നടക്കും. സമ്മാന വിതരണത്തോടെ ഈ വർഷത്തെ ക്യാമ്പ് സമാപിക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന വാഹനം അപകടത്തിൽപ്പെട്ടു. 15 പേർക്ക് പരിക്ക്. കെ സുധാകരൻ KPCC അധ്യക്ഷനായി തുടരും. ചൂരൽമല ദുരന്തത്തിൽ സർക്കാരിന് ഒളിച്ചുകളിയോ ഉദാസീനതയോ കാണിക്കേണ്ട കാര്യമില്ലെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. ഭാഗവത തത്വ സമീക്ഷാ സത്രത്തിന് കൊടിയേറി. ഉത്രാളിക്കാവ് പൂരം എങ്കക്കാട് ദേശീയ വിളംബര പത്രിക പ്രകാശനം ചെയ്തു. നടൻ കാളിദാസ് ജയറാം താരിണി കലിംഗരാരുടെ കഴുത്തിൽ താലി ചാർത്തി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.